أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حريص عليكم. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെല്ലാ വിഷയത്തിലും വലിയ അലച്ചുള്ള ആളാണ്. ഹിർസ് എന്ന് പറഞ്ഞാൽ അലച്ചാന്നാണ്. അലച്ചുണ്ടെങ്കിൽ ഏത് സമയത്തും ചിന്തിക്കും, നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും, എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാവും, ഏത് പരിശ്രമങ്ങളും നടത്തും, ഏത് ത്യാഗവും സഹിക്കും. ഇതാണ് ഹിർസ് ഉണ്ടെങ്കിൽ. നമുക്കൊരു വിഷയം ഹിർസാണെങ്കിൽ അത് കൈവല്യമാക്കാൻ ഏതറ്റം വരെ നമ്മൾ പോകും. അപ്പൊ നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണം എന്ന വിഷയത്തിൽ അങ്ങേയറ്റം അലച്ചുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്ന ആളാണ് പരിശുദ്ധ റസൂൽ. ഇതെന്തൊരു ധൈര്യമുള്ള പ്രസ്താവനയാണ്. നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്ന ആളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമായ ഏത് കാര്യത്തിലും ആദ്യം മുൻകടന്നിരുന്ന ആളാണ്. ഏത് പുണ്യമായ വിഷയത്തിലും ആദ്യം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചെയ്യുക. എന്നിട്ടാണ് ജനങ്ങളോട് പറയാ. അത് നഹിയാണെങ്കിലും അങ്ങനെ തന്നെ, വിരോധാണെങ്കിലും അങ്ങനെ തന്നെ. ജീവിതത്തിൽ അത് ഒഴിവാക്കും. ഏറ്റവും പുണ്യമുള്ള ഒരു അമലാണ് വാങ്കൊടുക്കുക എന്നുള്ളത്. ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്കൊടുത്തിട്ടില്ല. കാരണം ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണം അതൊക്കെ. അദ്ദന റസൂലുള്ളാഹി എന്ന് സഹീഹായ ഹദീസില്ല. ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ഉണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്കൊടുത്തതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. വാങ്കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അത് വാങ്കൊടുക്കുന്ന ആളുകളെ കുറിച്ചാണെന്ന് പോലും അഭിപ്രായമുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളംബരം ചെയ്യുന്നവനേക്കാൾ ഉത്തമൻ ആരുണ്ട്? പ്രബലമായ ഒരഭിപ്രായ പ്രകാരം അത് പള്ളിയിൽ വാങ്കൊടുക്കുന്ന ആളുകളെ കുറിച്ചാണ്. അത് വലിയ ഉത്തമ വാക്യമാണ്, പവിത്രമായ ഒരു അമലാണ് വാങ്ക് വിളിക്കുക എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഹബീബ നബി വാങ്ക് വിളിച്ചില്ല? അമറ ബിലാലിനോട് കൽപ്പിച്ചു. ചില സമയത്ത് പറയും അരിഹിനായ ബിലാൽ, ബിലാലെ ഒന്ന് സുഖിപ്പിക്ക ബിലാലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാങ്ക് വിൽക്കാമത്തും കൊടുക്ക ബിലാലെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ക് കൊടുത്തിട്ടില്ല. എന്തത് കൊടുക്കാനത്? അതിലൊരു പൊരുളുണ്ട്, ഹരീസുൻ അലൈക്കും. കാരണം എന്താ അറിയോ? ബാങ്കിൽ അല്ലാഹു അക്ബർ പ്രശ്നമില്ല, അതെല്ലാവർക്കും പറയാം. അതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകണില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് വരൂല. പക്ഷെ ഹയ്യ അല സ്വലാ അങ്ങനെയല്ല. അതിനർത്ഥം എന്താ? നിസ്കരിക്കാൻ വരുന്നതാണ്. അത് ബിലാൽ തങ്ങൾ പറഞ്ഞ് അഥവാ ആർക്കെങ്കിലും വരാൻ പറ്റില്ല എന്ന് വിട്ടുക, തക്കതാ കാരണമില്ലെങ്കിലും മടിയായിട്ടോ മയക്കായിട്ടോ അതിലും വന്നില്ല എന്ന് വിട്ടുക. ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു, അവർക്ക് കൂലി നഷ്ടപ്പെട്ടു എന്നുള്ളൂ. പക്ഷെ ഹയ്യ അല സ്വലാന്ന് മുത്തനബി അങ്ങോട്ട് പറഞ്ഞിട്ട് വരാതിരുന്നാൽ അത് ആഖിബത്ത് ചീഞ്ഞു പോകും. അപ്പൊ ആ ഒരു മനസ്സിന്റെ തിടുക്കം നോക്കി. ബിലാൽ ഞങ്ങൾ പറയുന്ന പോലെ അല്ലല്ലോ മുത്തനബി ഹയ്യ അല സ്വലാ എന്ന് പറഞ്ഞാല്. മുത്തനബി നിസ്കരിക്കാൻ വരിയെന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ പോണം, വിളിച്ചോടത്ത് പോണം. അപ്പൊ അഥവാ ആരെങ്കിലും വന്നില്ലെങ്കിൽ അവർക്ക് അതിന്റെ സൈഡ് എഫക്റ്റ് വേണ്ട എന്ന് കരുതിയിട്ട് ഏത് പുണ്യവും ആദ്യം ചെയ്യുന്ന മുത്ത് മുസ്തഫ ഈ പുണ്യം വേണ്ട എന്നാണ് കരുതി. സുബ്ഹാനല്ലാഹ്. നബിന്റെ വിളി എല്ലാവരെയും വിളിയും പോലെ അല്ല. അത് ഖുർആൻ പറയുന്നുണ്ട്, ലാ തജ്അലു ദുആ റസൂലി കദുആഇ ബഅലികും ബഅദാ. മുത്തനബി വിളിച്ചാൽ നിങ്ങൾ ആണ്ടൊന്നും വിളിക്കും പോലെ ആവരുത് എന്ന്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചാല് വന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, കാരണം കിടത്ത ആളുകളാണ്. പക്ഷെ മുത്തനബി വിളിച്ചാൽ നിങ്ങളടിയിലുള്ള വിളി പോലെ ആവരുത്, ഉടനെ പൊയ്ക്കൊള്ളണമെന്ന് ഖുർആൻ പറയാം. ആയത്തിന് ഒരുപാട് മാനുണ്ട്. ഒരു മാന അതാണ്. മറ്റൊരു മാന
മുത്തനബിന്റെ ദ്വാ നിങ്ങളെ ദ്വാ പോലെ ആക്കരുത്. കാരണം ഹബീബ് ദ്വാരുന്ന ഉത്തരം റെഡിയാണ്. മറ്റൊരർത്ഥം, നിങ്ങൾ മുത്തനബിയെ വിളിക്കുമ്പോ നിങ്ങളിടയിൽ ആണ്ടോണ്ട് വിളിക്കും പോലെ പേരിട്ട് വിളിക്കരുത് എന്നാണ്. അങ്ങനെ ഒരുപാട് അർത്ഥം ഈ ആയത്തിനുണ്ട്. അതുകൊണ്ടല്ലോ സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇനാ വഖൂലു ൻദുർനാ. ഹബീബ നബിയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ റായിന എന്ന് പറയരുത്. കാരണം അന്ന് അവർക്കൊരു സ്വഭാവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഇങ്ങനെ കണ്ടിട്ട് വാള് കേൾക്കണം, ഉപദേശം കേൾക്കണം, ഫേസ് ടു ഫേസ്. അപ്പൊ അവർക്ക് വല്ലാതെ മനസ്സ് കണ്ട് കൊള്ളും. അപ്പൊ അതിന് ചില ആളുകൾ എന്നിട്ട് വരും, റായിന മുത്തനബിയെ ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം, നേരെ നോക്കിയിട്ട് സംസാരിച്ചാൽ ഞങ്ങൾക്കും ഫേസ് ടു ഫേസ് ആയിട്ട് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞതിന് അവര് റായിന എന്ന് പറഞ്ഞിരുന്നു. റായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിഗണിക്കണം, ഞാൻ ഞങ്ങളെ, അതിനാണ് അർത്ഥം. ഒന്ന് കൽപ്പന വാക്യാണ് റായി, നിങ്ങൾ പരിഗണിക്കണം ഞാൻ ഞങ്ങളെ. പക്ഷെ അത് ഹിബ്രു ഭാഷയിൽ വിഡ്ഢി എന്ന അർത്ഥമുണ്ട്. അത് പലതും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ നായാന്ന് ഞാൻ ഇപ്പൊ നിങ്ങളെ അങ്ങനെ വിളിച്ചാല് നിങ്ങൾ എന്നെ കണ്ട് കൈകാര്യം ചെയ്യും. നമ്മളങ്ങനെ വിളിക്കലില്ല, ആരും വിളിക്കലില്ല. നായ വളരെ മോശമുള്ളത്. അതിനെ മറിച്ച് ഉറുദുവിലെ നായ എന്ന് പറഞ്ഞാൽ ബാർബർ എന്നാണ് അർത്ഥം. അത് നമ്മൾ ബാർബർ ഷാപ്പ് കയറിയിട്ട് ഉറുദുക്കാരനാണെങ്കിൽ നമുക്ക് ഈ വിളിക്കാനെല്ലാം കൂടി ദേഷ്യം തീർത്തിട്ട് പൂതി ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ ആയെന്ന മനസ്സിലായി നിങ്ങൾക്ക്? അവിടെ വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നായ എന്നുള്ള അർത്ഥം അവിടെ ഇല്ലല്ലോ. എന്നൊരു ഭാഷ, നമ്മള് ഭാഷ മാറിയ അർത്ഥം മാറും. റായിന എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ മര്യാദക്കുള്ള അർത്ഥമാണ്. പക്ഷെ ഹിബ്രു ഭാഷയിൽ അതിന് വിഡ്ഢി എന്നർത്ഥം. അപ്പൊ അല്ലാഹു തആല ഭാഷ മാറിയാൽ അർത്ഥം മോശമുള്ളൊരു വേർഡ് എന്റെ ഹബീബിനെ നോക്കി വിളിക്കരുത്. സുബ്ഹാനല്ലാഹ്. ലാ തജ്അലു ദുആ റസൂലി കദുആഇ ബഅലിക്കും ബഅദാ. ആ കൂട്ടത്തിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാല് പിന്നെ താറി നിൽക്കരുത്. ഒരിക്കലും പള്ളിയിൽ വന്നപ്പോ ആ ഇർസിന്റെ ഉദാഹരണം ഞാൻ പറയണേ. പള്ളിയിൽ വന്നപ്പോ ഒരാളുണ്ട് അങ്ങനെ കാലും നീട്ടി ഇങ്ങനെ ഇരിക്കണം. പള്ളിയിലോടുള്ള അതവില്ലാത്ത രൂപത്തിൽ അങ്ങനെ ഉറങ്ങുകയും ചെയ്തിരിക്കണ അയാള്. ഒരു അതവില്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് കണ്ടാല് അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ അലിയെ അയാളൊന്ന് ഉണർത്തിക്കളയാണ്. അങ്ങനെ ചെയ്യലില്ല. ഹബീബ നബിയാണ് ഉണർത്തല്. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുക്കലാണ് പൊതു പതിവ്. പക്ഷെ ഇത് ചെയ്യാൻ കഴിഞ്ഞിരിക്കുക അലിയാരെ വിളിച്ചു. അലിയെ ആളൊന്ന് വിളിച്ചാണ്. അലിയാരെ പോയി വിളിച്ചു, ആൾ എണീച്ചു. അപ്പൊ അലിയാർക്ക് ഇതൊക്കെ പഠിക്കണമല്ലോ. സഹാബാക്കൾ വെറുതെ വിടൂല, പഠിക്കാൻ വേണ്ടി ഒക്കെ ചോദിക്കും. ഹബീബ നബിയെ അവിടുന്ന് എന്തേ വിളിക്കാഞ്ഞെന്ന് വെച്ചു. അവിടുന്ന് വിളിക്കാറുണ്ടല്ലോ. എന്താണ് അതിന്റെ പൊരുൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്, വിളിച്ചതിനുള്ള പ്രയാസമല്ല. അവിടുന്ന് എന്തേ വിളിക്കാഞ്ഞെന്ന് വെച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാന്റെ റസൂലാണ്. ഞാൻ വിളിച്ചാൽ അയാൾക്ക് ഉടനെ എണീക്കൽ നിർബന്ധമാണ്. അയാൾ ഉറക്കത്തിലാണ്. ഈ നമ്മളുടെ ഉറക്കപ്പാൽ വിളിച്ചിട്ടാണ് അവന്റെ അന്തക്കേട് എന്ന് പറയില്ലേ? ഓൻ അങ്ങനെയല്ല, ആള് റെഡിയാണ്. പക്ഷെ ഇപ്പൊ ഈ ഉറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴുള്ള പ്രശ്നമാണ് ദേശം എന്ന് പറയില്ലേ. അയാൾ ഒരു പക്ഷെ ഈ ഉറക്കപ്പായെന്ന് ഞാൻ വിളിച്ചാൽ അന്തക്കടയിൽ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇജാരട വിളിക്കാനെന്നേറ്റം പറഞ്ഞാൽ, അങ്ങനെയല്ല ആയാതി എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ അന്ന് വരെ ആള് ചെയ്ത അമല് മൊത്തം പൊളിയും, നാളെ അയാൾ ചീഞ്ഞു മരിക്കും ചെയ്യും. നിങ്ങളെ വിളിച്ചിട്ട് നീച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നാണ്. നിങ്ങൾ റസൂലല്ല, റിസാലത്തിന്റെ നുബുവത്തിന്റെ പോസ്റ്റിലല്ല നിങ്ങളുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അഥവാ നീച്ചിട്ടില്ലെങ്കിലും വരൂല. അതുകൊണ്ടാണ് നിങ്ങളോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞത്. എന്താണ് അലച്ച നോക്കാൻ നിങ്ങൾ? ഉമ്മത്തിൽപ്പെട്ട ഒരാളെങ്കിലും ദുനിയാവും ആഖിറവും അയാൾക്ക് നഷ്ടപ്പെടുന്ന കണ്ടാൽ ഏത് പുണ്യവും വേണ്ടാന്ന് വെക്കുന്ന മുഹമ്മദ് മുസ്തഫ. മക്കമ്പത്ത് സംഭവിച്ചപ്പോ കാബ ഷരീഫ് ഒന്ന് തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കാൻ എത്ര ആഗ്രഹം ഉണ്ടാവും? വേണ്ട വെച്ചു. അപ്പൊ ചോദിച്ചു, എന്തേ? അത് ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പൊ ഈ തവാഫിന് ശേഷം ഇതിന്റെ ഉള്ളിൽ കയറി നിസ്കരിച്ചു എന്ന് പറഞ്ഞാല് ഞാൻ നിസ്കരിച്ച അതേ സ്ഥലത്ത് നിസ്കരിക്കാൻ എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നമ്മളെ കണ്ടുപോയാൽ ഇനി വേറെ കുറെ ആൾക്കാർ ഇവിടെ വരാണ്ട്. അവര് സ്ഥലം തെരഞ്ഞെടുക്കും ഞാൻ നിസ്കരിച്ചോടത്ത് നിസ്കരിക്കാൻ. അവർക്ക് അതിന് അന്ന് കഴിയൂല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിസ്കരിക്കണില്ല. മുഹമ്മദ് മുസ്തഫ എവിടേക്കാണാ നോക്കണത്? അന്ത്യം വരെയുള്ള തലമുറയിലേക്ക് നോക്കിയിട്ട് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ചില പുണ്യങ്ങൾ വേണ്ടാന്ന് വെച്ചു. കാരണം നമ്മൾ ഓർത്തുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അത്ര ഹിർസാണ് ഉമ്മത്തിന്റെ മേൽ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് പ്രത്യേക കൃപയും കാരുണ്യമാണ്. എത്ര എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല.
മുഅ്മിനാണോ അവിടെ ഹബീബ നബി രക്ഷയ്ക്ക് വേണ്ടി നാളൊരു കളിയൊക്കെ കളിക്കും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് മക്കാമും മഹ്മൂദ് കിട്ടിയപ്പോ ഹബീബ നബിക്ക് വല്ലാത്ത സന്തോഷമായത്. നമ്മളോടൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം ചോദിച്ചോളി എന്ന് പറഞ്ഞു. നമ്മളെല്ലാരും കൂടി ചോദ്യം നിർത്തിയ ഹബീബ നബിക്ക് കിട്ടാതിരിക്കൊന്നുമില്ല. ചോദിച്ചിട്ട് നമ്മളും ആ ഷഫാത്തിൽ വീഴാനുള്ള സംവിധാനം നമുക്ക് തുറന്നു തരികയാണ്. നമ്മളെല്ലാരും ആ വേണ്ട, ആ നബിക്ക് വേണ്ട, പിറാ നബിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി വാങ്ങിയതിനു ശേഷം ദ്വാരക്കണ്ടെന്ന് കരുതിയാൽ നബിക്ക് അള്ളാഹു കൊടുക്കാതിരിക്കോ? മക്കാമും മഹ്മൂദ് റെഡിയാണ്. മക്കാമും മഹ്മൂദും മുഹമ്മദ് മുസ്തഫാക്കാണ്. ഹംദേറ്റ് വേണ്ടതൊക്കെ മുത്തനബിക്കാണ്. ഹംദേറ്റ് ബന്ധപ്പെട്ട പേര് മുഹമ്മദ്, ഒറ്റ നബിക്കില്ല, അത് മുത്തനബിക്കേ ഉള്ളൂ. ഹംദേറ്റ് ബന്ധപ്പെട്ട ഒരു പതാക ഉണ്ട്, ലിവാഉൽ ഹംദ്, അത് മുത്തനബിന്റെ കയ്യിലാണ്. വബിയദി ലിവാഉൽ ഹംദ് വആദമു വമൻ ദൂനഹു തഹത ലിവാഇ മുഹമ്മദ് മുസ്തഫ. എന്റെ കയ്യിലാണ് ഹംദിന്റെ കൊടി. മക്കാമും മഹ്മൂദോ അത് മുത്തനബിക്കാണ്. ഒരു ഹംദേറ്റ് ബന്ധപ്പെട്ടൊക്കെ മുത്തനബിക്കാണ്. ഹംദേറ്റ് ബന്ധപ്പെട്ട ഗ്രന്ഥം അൽഹംദുലില്ലാഹ് അത് മുത്തനബിക്കാണ്. ഹംദേറ്റ് ബന്ധപ്പെട്ടൊക്കെ മുത്തനബിക്കാണ്. കാരണം മുത്തനബിയുടെ പൊസിഷൻ അതാണ്. അള്ളാഹു ഒരു ഖൽഖിനെയും അവിടെ ഇരുത്തിയിട്ടില്ല. അത്ര വലിയ അഷ്റഫാണ്, അള്ളാഹിന്റെ അഖറബാണ്, അള്ളാഹിന്റെ അക്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാഹ് കൂടാതെ ഈ ആയത്തും ജീവിതത്തിൽ പതിവാക്കാൻ നോക്കണം. നിങ്ങൾ വല്ലാത്ത റഊഫുർ റഹീമാണെന്ന് ജിബ്രീൽ പറഞ്ഞൊരു സമയമുണ്ട്. നിങ്ങൾ സൂറത്ത് തൗബയിൽ പറഞ്ഞ പോലെ വല്ലാത്ത റഊഫുർ റഹീമാണ്. അന്ന് സൂറത്ത് തൗബയിൽ ഈ ആയത്ത് സത്യത്തിൽ ഇറങ്ങിയിട്ടില്ല, എന്നാലും മലക്കൊക്കെ ഇത് അറിയാലോ. ഇസ്ലാം പറഞ്ഞു നിങ്ങൾ വല്ലാത്ത റഊഫുർ റഹീം കേട്ടോ, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എത്ര കറക്റ്റാണ്. എപ്പോഴെന്നറിയോ? കാലിന് ഏറുകൊണ്ടിട്ട് നെരിയാണി പൊളിഞ്ഞിട്ട് രക്തം പമ്പ് ചെയ്തിട്ട് 5 കിലോമീറ്റർ ഓടിയിട്ട് മരത്തിന്റെ തണലിൽ അർദ്ധബോധാവസ്ഥ എന്ന് പറയപ്പെടാൻ പറ്റുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് മലക്ക് വന്നിട്ട് പറഞ്ഞത്, മുത്തനബിയെ ഈ എറിഞ്ഞ് ആക്രമിച്ച കാരംകൂസുകളില്ലേ, നിങ്ങളൊരു എസ് മൂളിയാൽ ആ മല എടുത്തിട്ട് വരെ തലയിൽ ഇട്ടിട്ട് ചമ്മന്തിയാക്കും. അതിന് വന്നതാണ് ഞാൻ, ഒന്ന് സമ്മതം തരുന്ന. ആരാ അപ്പൊ സമ്മതം കൊടുക്കാത്തത്? അപ്പൊ ഹബീബ നബി കല്ലെറിഞ്ഞ ആളുകളെല്ലാം നോക്കിയത്. ഹബീബ നബി പറഞ്ഞു, ആ സമയത്തും പറഞ്ഞു കൗമീ, എന്റെ കൗമ്, എറിഞ്ഞ ആളുകളെ കുറിച്ച്. എറിഞ്ഞോരെ കൗമി എന്ന് പറഞ്ഞു, എന്റെ ആളുകൾ. രണ്ടാമത്തെ അവരെ ഉതിർ പറഞ്ഞു, വഹും ലാ യഅലമൂൻ, ഇൽമില്ലാത്തവരാണ്. അപ്പൊ ചെയ്ത അക്രമത്തിന് ഉതിരും പറഞ്ഞു. എന്നിട്ട് അവിടുത്തെ ഹിർസ് പറഞ്ഞു, എന്റെ ഹിർസ്, എന്റെ ആഗ്രഹം, ഇവരൊക്കെ കഴിഞ്ഞാൽ അവരെ പിന്നാലെ അവരുടെ മുതുകുന്ന് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണ ആരെങ്കിലൊക്കെ വരണുണ്ടാവും. അത് ഇവരാണ്ട് നശിച്ചാൽ അവരെ വരവ് നിൽക്കും. അതുകൊണ്ട് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന ആളുകൾ വരികയാണെങ്കിൽ വരട്ടെ, ഇവർക്ക് ഞാൻ പൂർണ്ണമായിട്ടും മാപ്പ് കൊടുത്തുകണ്, ഒന്നും ചെയ്യണ്ട മുഹമ്മദ് മുസ്തഫ. ഇതാണ്ട് കേട്ടപ്പോ ഇപ്പുറത്തുനിന്ന് ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ വല്ലാത്ത റഊഫുർ റഹീം കേട്ടാ, വല്ലാത്ത റഊഫുർ റഹീമാണ് നിങ്ങൾ എന്ന് പറഞ്ഞു. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിനെ കുറിച്ച് നാളെയും കൂടി കുറച്ച് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ ഫലക്കിലേക്ക് കടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد ورحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبه. وبارك لنا في جميع ما أعطيتنا، وبارك لنا في برنا وبحرنا وفي تجاراتنا، في متاعنا، في أوقاتنا، في أقوالنا، وفي أفعالنا، وفي أحوالنا، فيما قلنا وفيما نقول وفيما فعلنا وفيما نفعل، وفي جميع ما أعطيتنا، وقنا شر ما قضيت.
اللهم اغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن دفنوا حول هذا المسجد ولمن دفنوا في هذه المحلة ولجميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.